സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി, ചെറിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ അഡിലെയ്ഡ് നഗരത്തിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്ററോളം ദൂരെയുള്ള ബിലെയർ നാഷണൽ പാർക്കിലാണ്. ബിലെയർ നാഷണൽ പാർക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ ശ്രദ്ധയെ ഈ നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുന്നു. ഇത് ബിലെയർ റെയിൽവേ സ്റ്റേഷനാണ്. അഡലെയ്ഡ് നഗരത്തിൽ നിന്നും നിരന്തരം കൂടെ ഇവിടേക്ക് റെയിൽ സർവീസുണ്ട്. ആ സഞ്ചാര വാഹനം, പാസഞ്ചർ ട്രെയിൻ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ബാക്കി ട്രെയിനുകളൊക്കെ കടന്നു പോകുന്നതിന് മറ്റു പാതകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് കൂടുതലും ഗുഡ്സ് ട്രെയിനും ദൂരേക്കുള്ള ട്രെയിനുകളൊക്കെയാണ്. അപ്പോൾ ഈ ബിലെയർ നാഷണൽ പാർക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ പാർക്കിൻ്റെ തുടക്കം തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ആളുകൾക്ക് വന്ന് കടന്നു പോകുന്നതിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ തലങ്ങും വിലങ്ങും തയ്യാർ ചെയ്തിരിക്കുന്ന നടപ്പാതകളാണ്. അത് ടാർ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. പ്രത്യേകമായി കാൽനട യാത്രക്കാർക്കും സൈക്ലിസ്റ്റുകൾക്കുമൊക്കെ കടന്നു പോകുന്നതിനുള്ള സ്ഥലമാണ്. ഈ നാഷണൽ പാർക്കിൽ നിരവധി സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഉല്ലാസ ഉപാധികളുമുണ്ട്. ട്രക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്, ജലസ്രോതസ്സുകളുണ്ട്, തടാകങ്ങളുണ്ട്, താഴ്വാരങ്ങളിൽ തോടുകൾ, പുഴകൾ, അങ്ങനെയുള്ള പ്രകൃതി തന്നെ കനിഞ്ഞു നൽകിയ ജലസ്രോതസ്സുകൾ, പ്രകൃതി സൗന്ദര്യം ധാരാളമായി കണ്ടാസ്വദിക്കാൻ പറ്റിയ കാഴ്ചകൾ ഉള്ള ഒരു പാർക്കാണിത്. ഇത് ഈ ബിലെയർ നാഷണൽ പാർക്കിനുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ്, റോഡാണ്. ഇവിടുന്ന് പാർക്കിന് സമീപത്തിലൂടെയാണ് ആ റോഡ് കടന്നു പോകുന്നത്. പാർക്കിൻ്റെ ഉള്ളിലേക്ക് ഉള്ള പ്രവേശന കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് വീതി കുറഞ്ഞ ചെറിയ റോഡാണ്, എങ്കിലും വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ട്. കാറുകൾക്ക് പ്രവേശിക്കുന്നതിന് അവിടെ അനുമതി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ എവിടെയും നോക്കിയാൽ സാധാരണയായി കാണാവുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ മരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പ്രായമേറിയതും പഴക്കമേറിയതുമായ മരങ്ങൾ സ്വാഭാവികമായി നാശം സംഭവിക്കുന്നത് വരെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോവുകയും സംരക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു നല്ല പ്രവണത ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ബിലെയർ നാഷണൽ പാർക്കിൻ്റെ സുപ്രധാന മെയിൻ എൻട്രൻസ്, പ്രധാന പ്രവേശന കവാടമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ എൻട്രൻസ് വഴിയാണ് നമ്മൾ പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ പാർക്കിനെ സംബന്ധിക്കുന്ന ഒരു ലഘു വിവരണം ഈ പ്രവേശന കവാടത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ വളരെയധികം വൈവിധ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൈവിധ്യങ്ങൾ അടങ്ങിയ എന്നാൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷി മൃഗാദികളൊക്കെ ഈ പാർക്കിൽ അധിവസിക്കുന്നു. ഇവിടെ ഇതിൻ്റെ മധ്യഭാഗത്തായി ഒരു ഓൾഡ് ഗവൺമെൻറ് ഹൗസ്, ഇതൊരു സമ്മർ ഹൗസാണ്, അത് സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് ഈ രേഖപ്പെടുത്തലുകളിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭൂമിശാസ്ത്ര രൂപരേഖയും അനുബന്ധ വിവരങ്ങളുമൊക്കെ ഇവിടെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അടയാളപ്പെടുത്തലുകൾ നമുക്കിവിടെ കാണാം. പാർക്കിനുള്ളിലെ കാഴ്ചകളാണ്. ശരിക്കും ഇടതൂർന്ന് മരങ്ങൾ വളരുന്ന, എന്നാൽ അടിക്കാടുകൾ തീരെ കുറവുള്ള ഒരു വനപ്രദേശമായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടം അനുഭവപ്പെടുന്നത്, ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു വനപ്രദേശത്തിൻ്റെതായ എല്ലാ പ്രതീതിയും ഇവിടെയുണ്ട്. നമ്മൾക്ക് അത്ര പരിചിതമല്ലാത്ത പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. തികച്ചും ശാന്തമായ ഒരു പ്രദേശം. അതാണ് ഈ നാഷണൽ പാർക്കിൻ്റെ ഒരു പ്രത്യേകത. ഇടതൂർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് ഇവിടെയും കാണാൻ കഴിയുക. ആളുകളെ ആരെയും തന്നെ സന്ദർശകരെ ഇപ്പോൾ കാണുന്നില്ല. ദൂരെ നിന്ന് മാത്രം ഒരു ആൾ നടന്നു വരുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയൊക്കെ മരങ്ങൾ വലിയ കാറ്റിലും, വലിയ ഉയരമുള്ള മരങ്ങളായതുകൊണ്ടായിരിക്കാം, വലിയ കാറ്റിലും മഴയിലുമൊക്കെ പെട്ട് ധാരാളം മരങ്ങൾ കടപുഴകി വീണ് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ മുറിച്ച് നീക്കം ചെയ്തിട്ടുള്ളതായിട്ടും കാണാൻ കഴിയുന്നു.
യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് മിക്കവാറും എല്ലാം തന്നെ. ഒട്ടുമിക്ക മരങ്ങളും യൂക്കാലിപ്റ്റസ് ആണ്, മറ്റു മരങ്ങളൊന്നും അങ്ങനെ കാണാനില്ല. പക്ഷേ വിചിത്രമായ ചില പക്ഷികളുടെ ശബ്ദങ്ങളും ഒക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. പലതരം പക്ഷികളുടെ ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. വലിയ പക്ഷികൾ, സാധാരണ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു വലിപ്പത്തിനപ്പുറത്തേക്കുള്ള വലിപ്പമുള്ള പക്ഷികൾ, അത് മനുഷ്യ ശബ്ദം കേട്ടതുകൊണ്ടാവാം ദൂരേക്ക് പറന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്തുകൂടി ഒരു ടാറിങ് റോഡ് കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. അത് ഗതാഗത ഉദ്ദേശത്തിന് വേണ്ടി അല്ല, ഒഫീഷ്യൽ ആവശ്യത്തിനുള്ള ഗതാഗതം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി മാത്രം ഈ ഗതാഗതം ഇവിടെ നടത്താറുണ്ട്. അല്ലാതെ അവസരത്തിൽ ഇത് സൈക്ലിങ്ങിനും കുതിരസവാരിക്കും ഒക്കെ ആയിട്ടാണ് ഈ പാർക്കിന് നടുവിലൂടെയുള്ള ഈ ടാറിങ് റോഡ് ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെയും ഭീമാകാരമായ മരങ്ങളാണ് കാണുന്നത്. യൂക്കാലിപ്റ്റസ് മരങ്ങളാണ്, ധാരാളമാണ്. ആയിരക്കണക്കിന് മരങ്ങളാണ് നിൽക്കുന്നത്. നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്, സുന്ദരമാണ്. എത്ര വേനൽ ചൂടിലും തണുപ്പും കുളിർമയും അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. വനത്തിന് സമാനമായ ഒരു സ്ഥലം. ഇതിന് സമീപത്തൊക്കെ നിബിഡ വനങ്ങളാണ് അകലെ വിദൂര ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പാർക്കിൻ്റെ ഹൃദയഭാഗത്ത് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വലിയ ഏരിയയാണ്. ധാരാളം ഏരിയ നടന്ന് കാണുന്നതിനും കുളിർമയുള്ള കാറ്റും ശീതളിമയും ആസ്വദിച്ച് കടന്നു പോകുന്നതിനും സൗകര്യമുള്ള സ്ഥലമാണ്. രണ്ട് സഞ്ചാരികളെ യാദൃശ്ചികമായി ഇവിടെ വെച്ച് ഞാൻ കണ്ടുമുട്ടുകയാണ്. അവർ എന്നോടൊരു ഹായ്, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് കടന്നുപോയത്. അങ്ങനെ ഉല്ലാസവേളകളൊക്കെ ചിലവഴിക്കാനായിട്ട് ധാരാളം ആളുകൾ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ കടന്നു വരുന്ന സ്ഥലമാണ് ഈ നാഷണൽ പാർക്ക്. ഇടതൂർന്ന് വളരുന്ന യൂക്കാലിപ്റ്റസ് മരങ്ങൾ എന്ന് ഭംഗിവാക്കായി പറഞ്ഞു പോകാമെങ്കിലും തികച്ചും യാഥാർത്ഥ്യമായ കാര്യമാണ്. അതിഭീകരമായ അതിവലിപ്പമുള്ള മരങ്ങളാണ് ഇവയിൽ മിക്കവയും. ഈ സ്വാഭാവിക വനവും ഇത്രയും മരങ്ങളുമൊക്കെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ എത്രമാത്രം വർഷത്തെ നീണ്ട പരിശ്രമവും ശ്രദ്ധയും അത് നിരന്തരമായ ശ്രദ്ധയും ആവശ്യം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ നടുവിലൂടെയുള്ള ടാറിങ് റോഡിന് ഇരുവശങ്ങളിലുമായി ചില സ്ഥലങ്ങളിൽ മരങ്ങൾ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അതും അതിഭീമാകാരമായ വലിപ്പമുള്ള മരങ്ങൾ കാണുന്നു. എന്നാൽ മറുവശത്ത് അടിക്കാടുകളും ചെറു സസ്യങ്ങളുമൊക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് വേനലിനെ അതിജീവിക്കുന്നവ മാത്രമേ പിടിച്ചു നിൽക്കുകയുള്ളൂ. ഇവിടെ കടുത്ത വേനൽക്കാലം വന്നു കഴിയുമ്പോൾ വലിയ ചൂടാണ്. വലിയ ചൂടിനെ അതിജീവിക്കാൻ പറ്റുന്ന വൃക്ഷങ്ങളും ചെറു സസ്യങ്ങളും മാത്രമാണ് ഇവിടെ നിലനിൽക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ ഇവിടെ സഞ്ചാരികൾ കടന്നു വരുന്ന സ്ഥലമാണ്. ഉല്ലാസത്തിനും ഉന്മേഷത്തിനും സന്തോഷത്തിനുമൊക്കെ വേണ്ടി കടന്നു വരുന്ന സ്ഥലങ്ങളാണ്. പല സഞ്ചാരികളുടെയും ഒപ്പം അവരുടെ വളർത്തുനായും കൂടെ കൂട്ടുന്ന ഒരു പ്രവണത ഇവിടെ പൊതുവെ കാണാറുണ്ട്. ഞാനത് പ്രത്യേകമായി സൂചിപ്പിക്കാൻ കാരണം മിക്കവാറും എല്ലാ നടപ്പുകാരുടെയും, അത് തെരുവീഥികളിലാണെങ്കിലും ഇത്തരത്തിലുള്ള പാർക്കുകളിലാണെങ്കിലും ഒക്കെ മിക്കവാറും ആളുകളോടൊപ്പം ഒരു വളർത്തുനായ ഉണ്ടാവും. അത് വാഹനങ്ങളിൽ പോലും കൊണ്ടുനടന്ന് ഒരു സുഹൃത്തിനെ പോലെ, ഒരു കുടുംബാംഗത്തെ പോലെ നായ്ക്കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഞാനത് യാദൃശ്ചികമായി കണ്ടപ്പോഴും സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പാതയോരങ്ങളിൽ ഇതുപോലെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ മരങ്ങളുടെ വലിപ്പം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വലിയ മരങ്ങളാണ്, വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ്. അത് സൂക്ഷിപ്പും സംരക്ഷണവും ശ്രദ്ധേയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ തേടി വന്ന ഒരു തടാകക്കരയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിമനോഹരമായ, സുന്ദരമായ, ശാന്തമായ ഒരു തടാകം ഈ പാർക്കിൻ്റെ ഒരു ഓരത്ത് സ്ഥിതി ചെയ്യുന്നു. അത് നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ സമീപത്ത് കാട്ടുതാറാവുകൾ നീന്തിത്തുടിക്കുന്നതും വിശ്രമിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. നല്ല കുളിർമയുള്ള കാറ്റ് ഇവിടെ ലഭിക്കുന്നുണ്ട്. സ്വച്ഛമായ ശാന്തമായ ചുറ്റുപാട്, മനോഹരമായ സ്ഥലം.
കുളിർമയേകുന്ന കാഴ്ചകൾ, നാഷണൽ പാർക്കിനുള്ളിൽ ഉള്ള സ്വാഭാവിക തടാകം, അതിൻ്റെ കാഴ്ചകൾ. ഈ തടാകത്തിൻ്റെ കാഴ്ചകൾ കരയിൽ നിന്നും സുരക്ഷിതമായി നിന്ന് കണ്ട് ആസ്വദിക്കുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു നടപ്പാത, ഒരു സഞ്ചാരപാത ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് പുതിയ നിർമ്മിതിയാണ്, ഏറെ പഴക്കമില്ല. അതിനുള്ളിൽ തന്നെ ഒരു ചാരുബെഞ്ച്, അവിടെ ഒരു ഇരിപ്പിടം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ തടാകം വളരെ മനോഹരമായ ദൃശ്യഭംഗിയോടെ ആസ്വദിക്കാൻ കഴിയുന്നു. അതിൻ്റെ ദൂരെ അവസാന അതിർത്തി വരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. കാട്ടുതാറാവുകളും മറ്റ് ജലപക്ഷികളുമൊക്കെ നീന്തി കളിക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സുന്ദരമാണ്, മനോഹരമാണ്. എത്ര സമയം ഇവിടെ ചെലവഴിച്ചാലും നമുക്ക് ബോറടിക്കില്ല, ഒരു വിരസതയും തോന്നില്ല. ഈ കാഴ്ചകൾ കാണുന്നതിനൊക്കെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ആകർഷകമായ ഇരിപ്പിടങ്ങൾ പോലും നമ്മളെ സന്തോഷഭരിതമാക്കുന്നു. ഒരു അളവ് വരെ നമ്മളെ അതിശയിപ്പിക്കുന്നു. സുന്ദരമായ കാഴ്ചകളാണ് ഈ ബിലയർ നാഷണൽ പാർക്കിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ. ഈ തടാകത്തോടനുബന്ധിച്ച് വിശ്രമകേന്ദ്രങ്ങളും ഇരിപ്പിട സൗകര്യങ്ങളും ആളുകൾക്ക് വന്ന് ഇരുന്ന് വിശ്രമവേളകൾ ചിലവഴിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ തടാകത്തിൻ്റെ പരിസരത്തേക്ക് വരുംതോറും ഇവിടെ കൂടുതൽ കോട്ടേജുകളും ഇരിപ്പിട സൗകര്യങ്ങളും ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് ഇവിടെ വന്നത് തന്നെ നമുക്ക് ബാർബിക്യൂ തയ്യാറാക്കി ഭക്ഷിക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും മുന്നറിയിപ്പുകളും വിശദാംശങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാർബിക്യൂ ഷെയർഡ് ഏരിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് വീക്കെൻഡുകളിലും അവധി സമയങ്ങളിലുമൊക്കെ ആളുകൾ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമേതവുമൊക്കെ വന്ന് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്രവണത ഇവിടെ പൊതുവെ ഉണ്ട്. അല്പം മുമ്പ് നമ്മൾ കണ്ടെത്തിയ ബാർബിക്യൂ തയ്യാറാക്കുന്ന സ്ഥലത്തിന് സമാനമായ ഒരു ബാർബിക്യൂ തയ്യാറാക്കുന്ന സ്ഥലം തൊട്ടടുത്ത് തന്നെ മറ്റൊന്നും കൂടിയുണ്ട്. ഇങ്ങനെ നിരവധിയായ സ്ഥലങ്ങളിൽ നിരവധി ബാർബിക്യൂ ഏരിയകൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. അത് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് പബ്ലിക് ഉപയോഗിക്കുന്നതാണെങ്കിലും എത്രമാത്രം വൃത്തിയായി സൂക്ഷിക്കപ്പെടുന്നു, ഉപയോഗിക്കുന്നതിന് മുൻപ് ഉപയോഗശേഷവും ആളുകൾ അത് എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ബാർബിക്യൂ ഹട്ടുകളിലൊക്കെ ഇരുന്ന് ബാർബിക്യൂ ഒക്കെ തയ്യാറാക്കി ഈ തടാകത്തിലെ കാഴ്ചകൾ കണ്ട് തടാകക്കരയിൽ ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞ് സമയം ചെലവഴിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അത് അനുഭവിച്ചാലേ മനസ്സിലാകുകയുള്ളത് എത്രത്തോളം ആനന്ദദായകമായിരിക്കും. അതുകൊണ്ട് ഈ കാട്ടുതാറാവുകളൊക്കെ ഇങ്ങനെ വളരെ സൗഹാർദ്ദപരമായി എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് നമ്മൾ സൗഹാർദ്ദപരമായ തരത്തിൽ അത് അവരപരിചിതരെ പോലെ അത് പറന്ന് ദൂരേക്ക് പോകുന്നൊന്നുമില്ല. മുറ്റത്തൊക്കെ തന്നെ ഈ കരയിലും വെള്ളത്തിൻ്റെ സമീപത്തും കരയോട് ചേർന്നുമൊക്കെ ആയിട്ട് ഈ കാട്ടുതാറാവുകളൊക്കെ മറ്റ് പക്ഷികളും ഒക്കെ ജലപക്ഷികളൊക്കെ ഇങ്ങനെ വിഹരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഇത് കാണുന്നതിന് വേണ്ടി ആളുകൾ സന്ദർശകർ ഇതിൻ്റെ സമീപത്തേക്ക് ഇറങ്ങി അടുത്ത് വന്ന് കാണാറുണ്ട്. ആ ഒരു പരിചിതത്വം ഈ പക്ഷികൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കാട്ടുപക്ഷികളാണെങ്കിൽ പോലും അവയ്ക്ക് ആ പരിചിതത്വമുണ്ട്, സുപരിചിതമാണ്, ജനങ്ങൾ വന്നു പോകുന്നു എന്നുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്ന കാട്ടുതാറാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇതിൽ അധികം ശ്രദ്ധിക്കാതെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചിത്രീകരിച്ച് ഇങ്ങനെ കടന്നുപോയപ്പോൾ കുറേ പക്ഷികൾ കൂട്ടമായി ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടു. അപ്പോഴാണ് മനസ്സിലാക്കിയത് അവരിതിന് കുറച്ച് ഒന്ന് രണ്ട് ആളുകൾ വന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രവണതയും രീതിയും ഇവിടെ ഉണ്ട്. എല്ലാ പക്ഷികളും ഒരു വളർത്തു പക്ഷികളെ പോലെ അതുപോലെ
ഇണങ്ങി ആ തീറ്റ അടുത്തേക്ക് തീറ്റ കഴിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അത് വളരെ ഉല്ലാസകരമായ സന്തോഷകരമായ ഒരു പ്രവൃത്തിയാണ്, നല്ലൊരു കാഴ്ചയാണ്. ഈ കാഴ്ചകൾ എന്നെ അതിശയപ്പെടുത്തുകയാണ്. വളർത്തു പക്ഷികളെപ്പോലെ, നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന വളർത്തു പക്ഷികളെപ്പോലെ ഈ പക്ഷികളൊക്കെ ഈ ആളുകളുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഭക്ഷണം തീറ്റ നേരിട്ട് കയ്യിൽ നിന്ന് കൊത്തി ഭക്ഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പലതരത്തിലുള്ള മനോഹരമായ വിചിത്രമായ പക്ഷികളുണ്ട്. നമ്മൾ കാഴ്ച ബംഗ്ലാവിലും മറ്റുമൊക്കെ അല്ലെങ്കിൽ ചിത്രങ്ങളിലുമൊക്കെ മാത്രം കണ്ടിട്ടുള്ള പക്ഷികൾ നമ്മുടെ വീട്ടിൽ വളരുന്ന പക്ഷികളെ പോലെ ഇണങ്ങി സുന്ദരമായി അവരുടെ കയ്യിൽ നിന്നും അവയ്ക്കുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുന്ന സുന്ദരമായ കാഴ്ച ആണ് കാണുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു, ആനന്ദം തോന്നുന്നു ഈ കാഴ്ചകൾ കാണുമ്പോൾ. അങ്ങനെ ബിലയർ നാഷണൽ പാർക്കിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായ വനപ്രദേശവും വൻമരങ്ങളും അതിമനോഹരമായ തടാകങ്ങളും അതിലൂടെ ഒഴുകിക്കളിച്ച് നടക്കുന്ന പക്ഷികളും എല്ലാം വലിയ ആകർഷകമാണ്. അവിടെ സഞ്ചാരികൾക്ക് ഉപയുക്തമാകുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെ സന്തോഷഭരിതമാക്കുന്നു, ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചകൾ. ഇവിടെ കണ്ടെത്താൻ കഴിയുന്ന പല പക്ഷികൾക്കും വലിയ മനുഷ്യനോട് വലിയ ഇണങ്ങിക്കഴിയുന്നത് പോലെ നമുക്ക് തോന്നും. നമ്മളിത് ഇത്രയും അടുത്ത് ചെന്നിട്ട് പോലും ആ പക്ഷികൾക്ക് യാതൊരു ഭാവഭേദവുമില്ല. ആളുകളൊന്നും ഈ പക്ഷികളെ ഉപദ്രവിക്കുകയോ ഓടിക്കുകയോ ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഈ ലോകത്തിൽ തന്നെ വിരളമായി കാണുന്ന ഈ ഒരു വൃക്ഷമാണിത്. ഈ വൃക്ഷത്തിൻ്റെ സാന്നിധ്യം നാം കടന്നു വരുന്ന വഴികളിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഈ പാർക്കിൽ പ്രത്യേകമായി സംരക്ഷിക്കുന്ന ഒരു വൃക്ഷമാണിത്. അത്തരത്തിലുള്ള ധാരാളം അതേ ഇനത്തിൽപ്പെട്ട വൃക്ഷങ്ങൾ ഈ തടാകത്തിൻ്റെ പരിസരങ്ങളിലും ചുറ്റുപാടുകളിലും ധാരാളമായി കണ്ടുവരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയയിലെ ബിലയർ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലെ ചില കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ കാഴ്ചകളിലൂടെയായിരുന്നു നമ്മൾ ഇത്രയും സമയം കടന്നുപോയിക്കൊണ്ടിരുന്നത്. മനോഹരമായ സുന്ദരമായ ഈ പാർക്കിൻ്റെ ദൃശ്യങ്ങൾ, വൻമരങ്ങൾ, ചെറുസസ്യങ്ങൾ, ഉള്ളിലുള്ള ഒരു മനോഹരമായ തടാകം, അങ്ങനെ അനവധി സുന്ദരമായ കാഴ്ചകളിലൂടെ നാം കടന്നു പോവുകയായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.